Hello, hi, namaste, namaskaram. Vegetarian restaurants il poyal nammalil palarum order cheyyunna oru item aanu Batoora. നല്ല ഫ്ലഫി ആയിട്ടുള്ള ബട്ടൂറ കാണാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ? അപ്പോൾ ഇന്ന് നല്ല ബലൂൺ പോലെ ഇരിക്കുന്ന ബട്ടൂറ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. ഒട്ടും സമയം കളയാതെ തന്നെ അമ്മയുടെ നോ ഈസ്റ്റ് ആൻഡ് നോ ബേക്കിംഗ് സോഡ ബട്ടൂറ റെസിപ്പി നമുക്ക് കാണാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഉപ്പുമാവിൻ്റെയൊക്കെ റവ കുതിരാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കിലോ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്, അതും കൂടി ചേർക്കാം. ഫോർക്ക് കൊണ്ട് പൊടിയൊക്കെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിത് റവ കുതിർക്കുന്ന കൂട്ടത്തിലും വേണമെങ്കിൽ ചേർത്ത് വെക്കാം കേട്ടോ. 15 മിനിറ്റ് കുതിർത്തെടുത്ത് ആ റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കി നമുക്ക് എടുക്കണം. അധികം ടൈറ്റ് അല്ലാത്ത ഒരു പരുവത്തിലാണ് നമുക്ക് ഡോ കിട്ടേണ്ടത്. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി അയവിൽ വേണം ഇതിരിക്കാനായിട്ട്. ചപ്പാത്തിയിലും കുറച്ചും കൂടി അയവ് വേണം. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറത്തായിട്ട് അല്പം ഓയിലൊന്ന് തൂത്ത് വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് മൂടി ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഈക്വൽ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. അധികം വലിപ്പമില്ലാത്ത ബട്ടൂറയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഓരോ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ഓയിൽ തൂത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. അതാകുമ്പോൾ പൊടിയൊന്നും എണ്ണയിലേക്ക് വീണ് കരിയുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതല്ലെങ്കിൽ കുറച്ച് പൊടി തൂകി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതാകുമ്പോൾ പരത്താൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആകും. ഇത് 4-5 എണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂറ ഉണ്ടാക്കി തുടങ്ങാം. ചീനച്ചട്ടിയിലെ വെജിറ്റബിൾ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ച ശേഷം ഇതുപോലെ ബട്ടൂറ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ബട്ടൂറ ചിലപ്പം പൊങ്ങി വന്നെന്ന് വരില്ല കേട്ടോ, കാരണം എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് ഈവണായി വരണം. പക്ഷേ ആദ്യത്തേത് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ഓരോ ബട്ടൂറയും നമുക്ക് വറുത്തെടുക്കാം. നല്ല ബലൂൺ പോലെ പൊങ്ങി വരുന്നുണ്ട്, കണ്ടില്ലേ? അത്രയും തന്നെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് ഈ ബട്ടൂറ കേട്ടോ. തിരിച്ചിടണമെന്നില്ല. പുറത്തായിട്ട് ആ ചൂടെണ്ണ ഒന്ന് തവി കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താലും മതി. 2 വശവും നമുക്ക് മൂത്ത് കിട്ടും. ഒരെണ്ണ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് കണ്ടില്ലേ? എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ. അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മുടെ പിച്ചിപ്പോട്ട ചിക്കൻ്റെ കൂടെ ഞാൻ ഈ ബട്ടൂറ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, നല്ല സ്വാദുണ്ട്. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടൂറ അത്രയും തന്നെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ബട്ടൂറ തയ്യാറാക്കി നോക്കുക.
നമ്മുടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നും കിട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടി നമുക്കും വീട്ടിൽ ഈ ബട്ടൂര തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് എഴുതാൻ നിങ്ങൾ മറക്കരുത്.